ബിജു സംവിധാനം ചെയ്ത വീട്ടിലേക്കുള്ള വഴിക്ക് വിദേശത്ത് നിന്ന് വീണ്ടും അംഗീകാരം. സ്പെയിനിൽ നടന്ന 10ാമത് ഇമാജിൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രം, സംവിധായകൻ, സംഗീത സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾ ചിത്രം സ്വന്തമാക്കി. ദേശീയ തലത്തിൽ മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടുപിറകെയാണ് വീട്ടിലേക്കുള്ള വഴിയെ തേടി വീണ്ടും അംഗീകാരമെത്തിയത്. സ്പെയിനിൽ നടന്ന ഇന്ത്യ ഇമാജിൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 3 പ്രധാന പുരസ്കാരങ്ങൾ ചിത്രം സ്വന്തമാക്കി. മികച്ച ചിത്രത്തിന് പുറമെ ഡോക്ടർ ബിജുവിന് സംവിധാനത്തിനും രമേശ് നാരായണന് സംഗീത സംവിധാനത്തിനും അവാർഡുകൾ ലഭിച്ചു. ഇന്ത്യയിൽ നിന്ന് 7 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന ദേശീയ ജൂറികൾ വേണ്ടവിധം പരിഗണിക്കാതിരുന്ന ചിത്രം വിദേശത്ത് അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ബിജു പ്രതികരിച്ചു. സന്തോഷമുള്ളവരാണ്. കാരണം ഒരു അന്തർദേശീയ ചലച്ചിത്രമേളയിൽ ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സിനിമ കുറച്ചുകൂടി ശ്രദ്ധേയമാകുന്നു, കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധേയമാകുന്നു എന്നുള്ളൊരു വലിയ അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ കെയ്റോ, ന്യൂയോർക്ക് രാജ്യാന്തര മേളകളിൽ വീട്ടിലേക്കുള്ള വഴി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താൻസാനിയ സാൻസിബർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, ജർമ്മനി ബോളിവുഡ് ആൻഡ് ബിയോണ്ട് ഫെസ്റ്റിവൽ എന്നീ വിദേശ മേളകളിലെ മത്സര വിഭാഗങ്ങളിലേക്ക് ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതതീവ്രവാദം ഇതിവൃത്തമാക്കിയ വീട്ടിലേക്കുള്ള വഴി ഡോക്ടർ ബിജുവിന്റെ 3ാമത്തെ ചിത്രമാണ്. അന്തർദേശീയ മേളകളിൽ ശ്രദ്ധ നേടിയ സൈറ, രാമൻ എന്നിവയാണ് ആദ്യ ചിത്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.